ഹായ് ഹലോ എവ്രിവൺ FIUGP MDC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാൽക്കുലേറ്റർ ഇല്ലാതെ ക്യൂബ് റൂട്ട് കാണാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 9261 എന്ന് പറയുന്ന നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് കാണാൻ പോവാണ്. നമുക്കറിയാം 2 വെച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ, കാരണം അവസാനം വരുന്ന നമ്പർ ഈവൻ നമ്പർ അല്ല. അതുകൊണ്ട് നമ്മൾ 3 വെച്ച് ചെയ്യാൻ പോവാണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3087 ആണ്. നമുക്ക് എങ്ങനെയും ചെയ്യാം. 3 3s are 9 ആണല്ലേ. 9ൽ 3 പ്രാവശ്യമാണ് 3 വരുന്നത്. ഇനി 2ൽ 3 വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുത്തു. 6ൽ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ 2ഉം കൂടെ കൂട്ടി വെച്ചിട്ട് വേണം നോക്കാൻ. അതായത് 26ൽ എത്ര 3 ഉണ്ടെന്ന് വേണം നോക്കാൻ. കാരണം നമ്മൾ 2 എടുത്തിട്ടില്ല, 0 ആണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ 26ൽ എത്ര 3 ഉണ്ട്, 8 പ്രാവശ്യമാണ് വരുന്നത്. 24ലാണല്ലേ വരുന്നത്. പിന്നെ അതിൽ വരുന്ന 2, അതായത് 24 കഴിഞ്ഞ് കഴിഞ്ഞാൽ 25ഉം 26ഉം അവിടെ ഒരു 2 ബാക്കിയുണ്ട്. അത് ആ 1ലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് ലാസ്റ്റ് നമ്മൾ എന്താ അപ്പോൾ നോക്കേണ്ടി വരിക, 21ൽ എത്ര 3 ഉണ്ടെന്ന് വേണം നോക്കാൻ. അപ്പോഴാണ് 7 എന്ന് കിട്ടുക. ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കേട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്ക് കിട്ടിയ ഈ നമ്പറിനെയും 3 വെച്ച് ചെയ്യാൻ പറ്റും. 3ൽ എത്ര 3 ഉണ്ട്, ഒരു 3 ഉള്ളൂ. 0നെ ഇറക്കി എഴുതി കൊടുത്തു. 8ൽ 3 വരുന്നത് 2 പ്രാവശ്യമാണ്. അതിൽ വരുന്ന ബാക്കി 2നെ നമ്മൾ 7ലേക്ക് ഇട്ട് കൊടുത്തു. 27ൽ 9 പ്രാവശ്യമാണ് 3 വരുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോകുന്നത്. ഇനി 343 കിട്ടി. 343 നമ്മൾ 7 വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, ചെയ്യാൻ പറ്റില്ല. 7 വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് 49. 49ൽ 7 എത്ര പ്രാവശ്യമാണ്, 7 പ്രാവശ്യമാണ്. 7 പുറത്തും 7 തന്നെ വരും. 1. നമ്മൾ മാക്സിമം 3 നമ്പർ അടുപ്പിച്ച് വരാൻ നോക്കണം. ഇവിടെ 3 ആണെങ്കിലും 7 ആണെങ്കിലും 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3√3³ ഇൻറ്റു 3√7³ എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം 3√³ എന്ന് പറയുന്ന സംഭവം ക്യാൻസലായിട്ട് പോകും. അപ്പോൾ പിന്നെ എന്താ വരിക, 3 × 7 ആണ് വരിക. 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. അതായത് 9261 എന്ന് പറയുന്ന നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 21 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3√-5832 എന്ന് പറയുന്ന നമ്പറാണ്. ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്, പക്ഷെ നമ്മളത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അവസാനം ആ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. 5832നെ നമുക്കറിയാം 2 വെച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ലാസ്റ്റ് വരുന്ന നമ്പർ ഈവൻ ആണ്, അതുകൊണ്ട് 2 വെച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്കറിയാം 5ൽ 2 വരുന്നത് 2 പ്രാവശ്യമാണ്. പിന്നെ അതിൽ വരുന്ന 1 18 ആവും. അപ്പോൾ 18ൽ 2 9 പ്രാവശ്യം വരുന്നുണ്ട്. 3ൽ 2 ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. ആ ഒരു 1നെ 2ലേക്ക് ഇട്ട് കൊടുത്താൽ 12ൽ 2 വരുന്നത് 6 ആയിരിക്കും. 6 പ്രാവശ്യമാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 729 ആണ്. അതെന്ന് പറയുമ്പോൾ 2 വെച്ച് ചെയ്യാൻ പറ്റില്ല, ഓഡ് നമ്പറാണ് ലാസ്റ്റ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3 വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 243 എന്ന് കിട്ടും. അതിനെ വീണ്ടും 3 വെച്ച് ചെയ്യാം. ഒരു നമ്പറിനെ കൊണ്ട് തന്നെ 3 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക ക്യൂബ് റൂട്ട് കാണുമ്പോൾ, എന്നാലേ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. 3√³ എന്ന് പറയുന്ന ആ ഒരു സംഭവം കട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നമ്പറിനെ മാക്സിമം 3 പ്രാവശ്യം ചെയ്യണം. ഒരു നമ്പറിനെ കൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്ര നമ്പർ കിട്ടി, 2³ ഉണ്ട്, 3³ ഉണ്ട്, വീണ്ടും ഒരു 3³ കിട്ടിയിട്ടുണ്ട്. -3√2³ ഇൻറ്റു 3³ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എളുപ്പത്തിന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, 3√2³ ഇൻറ്റു 3√3³ ഇൻറ്റു 3√3³ എന്ന് വരും. അവിടെയുള്ള 3√3³ എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, 2 × 3 × 3 എന്ന് കിട്ടും. ആ മൈനസ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന്. അപ്പോൾ -18 എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ.